വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നാണ് ഫൈനലി ഞാൻ എൻ്റെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറേ പേര് കോമെന്റ്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ലവ് സ്റ്റോറി ഷെയർ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇന്നാളൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിലും കുറേ പേരുടെ മേജർ ക്വസ്റ്റ്യൻ വാസ് ലവ് സ്റ്റോറി പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് പേരൊരു വിരലിലെണ്ണാവുന്ന ആൾക്കാർ എന്നെ മെയിൽ അയച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ലവ് സ്റ്റോറി ഷെയർ ചെയ്യണം, ആ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ ഫീൽ റിയലി ഹാപ്പി. സോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്, അതായത് ഞാനും വൈഷുവും മീറ്റ് ചെയ്യുന്ന സ്റ്റോറി പറയണയ്ക്ക് മുന്നേ ഞാൻ എൻ്റെ സ്റ്റോറി ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ലൈക്ക് എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നതെന്നുള്ളത്. ഞാൻ ത്രൂ ആൻഡ് ത്രൂ ഒരു എറണാകുളംകാരിയാണ് കേട്ടോ, തനി കൊച്ചിക്കാരി. ഞാൻ എൻ്റെ എൻറ്റയർ സ്കൂളിങ്, എൻ്റെ കോളേജ് എല്ലാം ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ബാംഗ്ലൂർക്ക് വരാൻ തോന്നിയത്. സോ ബേസിക്കലി ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോളേജ് ലൈഫ് പറയാലോ. എൻ്റെ കോളേജ് ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ലൈക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു കോളേജ് ലൈഫായിരുന്നു എനിക്കറിയില്ല എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് വൈഷുവിനോട് ഞാൻ സംസാരിക്കുമ്പോൾ വൈഷുവിന് കോളേജ് ലൈഫ് ഭയങ്കര രസമായിരുന്നു. സ്കൂൾ ലൈഫിനെക്കാളും കോളേജ് ലൈഫ് ഭയങ്കര രസമായിട്ടുള്ള ആളാണ് വൈഷു. എനിക്ക് സ്കൂൾ ലൈഫ് അടിപൊളിയായിരുന്നു, പക്ഷെ കോളേജ് ലൈഫ് അതിനനുസരിച്ച് നല്ല കട്ട ബോറായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ 4 കൊല്ലം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്, ബിടെക്. എനിക്ക് എങ്ങനെയെങ്കിലും കോളേജിൽ നിന്ന് ഈ കോഴ്സ് ഒന്ന് കഴിഞ്ഞ് ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നുവെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എറണാകുളം ഒരു ബ്രേക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് മൈ എൻറ്റയർ ലൈഫ്, ഞാൻ പറഞ്ഞില്ല, എൻറ്റയർ ലൈഫ് ഐ വാസ് ഇൻ എറണാകുളം. ചേച്ചിയാണെങ്കിൽ ആ സമയത്ത്, എൻ്റെ ചേച്ചി ചിപ്പി ആണെങ്കിൽ ആ സമയത്ത് ട്രിവാൻഡ്രത്തേക്ക് പോയി. കാരണം ചേച്ചിക്ക് ടെക്നോ പാർക്കിൽ ജോലി കിട്ടിയിട്ട് ചേച്ചി അവിടേക്ക് പോയി. അപ്പോൾ വീട്ടിൽ ഞാനും അമ്മയും മാത്രമായി. ഞാൻ 4th ഇയർ പഠിക്കണു, 4th ഇയർ കഴിയാറായി. ഇനി എന്ത് ചെയ്യണം എന്നുള്ള വാട്ട് നെക്സ്റ്റ് എന്നുള്ള പ്ലാൻസ് ഒക്കെ ചെയ്യാനായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എറണാകുളത്ത് നിന്ന് ബ്രേക്ക് എടുക്കേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എറണാകുളത്ത് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ സ്കൂൾ ബോയ് ഫ്രണ്ട് ആയിരുന്നു. പുള്ളിയായിട്ട് ബ്രേക്കപ്പ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും ഒന്ന് എസ്കേപ്പ് ചെയ്യണം. കോളേജും പൊട്ടയായിരുന്നു. അപ്പോൾ അതിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എറണാകുളത്ത് ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എനിക്ക് ബാംഗ്ലൂർ വരണമെന്നുണ്ടായിരുന്നു. വേറെ എവിടെ എനിക്ക് പോകണമെന്നില്ല. ഇതാണെങ്കിൽ വീട്ടിൽ നിന്ന് അടുത്താണ്, ഒരു ഓവർനൈറ്റ് ജേർണിയേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ബാംഗ്ലൂർ ഡേയ്സ് മൂവി ഇല്ലേ, അതും ഒരു മേജർ മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക്. പക്ഷെ എറണാകുളത്ത് നിന്ന് എസ്കേപ്പ് ആവണം എന്നായിരുന്നു. അങ്ങനെ വന്നിട്ട് അപ്പോൾ കോളേജിൽ വരുന്ന ക്യാമ്പസ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് വലിയ കാര്യമായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി കമ്പനീസ് ഒന്നും വരണുണ്ടായില്ല. ചെറിയ ചെറിയ സർവീസ് കമ്പനീസ് ഒക്കെ ആയിരുന്നു വരുന്നത് ഇൻ്റർവ്യൂസിന്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ഒരു BPO ഇൻ്റർവ്യൂവിന് ഞാനിരുന്നു, പിന്നെ വേറൊരു ടെക് കമ്പനിയിൽ ഞാനിരുന്നു. അത് രണ്ടും എനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും എറണാകുളത്തായിരുന്നു, ഇൻഫോ പാർക്കിലാണ്. അപ്പം ആ സമയത്താണ് എൻ്റെ പപ്പ ചേച്ചിയും വീട്ടിലില്ലല്ലോ. അപ്പം ഞാനെങ്കിലും എന്നെ വീട്ടിൽ വിളിക്കുക അല്ലു എന്നാണ്. അപ്പം അല്ലു എങ്കിലും വീട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ചേച്ചി ട്രിവാൻഡ്രത്ത് പോയി ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യണേ. അപ്പം ചേച്ചി വീക്കെൻഡ്സ് ആണ് വീട്ടിലേക്ക് വരിക. പിന്നെ ഞാൻ, അപ്പയാണുള്ളത്. അപ്പം ഞാനെങ്കിലും വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവണം എന്ന് ഓർത്തിട്ട് എന്നുവെച്ചാൽ അപ്പയ്ക്ക് 2 മക്കൾ 2 സ്ഥലത്താകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം അതുകൊണ്ട് ഇൻഫോ പാർക്കിൽ പരിചയമുള്ള ഒരാളുടെ അടുത്ത് എനിക്ക് വേണ്ട ഒരു ജോലിയൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാക്കി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, ഞാൻ എറണാകുളത്ത് നിൽക്കണില്ല, എനിക്കൊരു ബ്രേക്ക് വേണം, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ പുറത്തു പോകാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പു പറഞ്ഞു ശരി, നീ ജോലി നോക്കിക്കോ, വേറെ എവിടെയെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോകണ്ടെന്നൊന്നും പറയില്ല, പക്ഷെ കിട്ടിയില്ലെങ്കിലും നീ ഇത് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കേടാ. അപ്പോൾ ഇനി എൻ്റെ എസ്കേപ്പ് റൂട്ട് ഒരേ ഒരു ഇതേ ഉള്ളൂ, എനിക്ക് പുറത്ത് ജോലി കിട്ടണം. അപ്പം ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് നോക്കുകയാണ് കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ എല്ലാ ദിവസവും നോക്കും എന്തെങ്കിലും ഓഫ് ക്യാമ്പസ് ഇൻ്റർവ്യൂ. കാരണം ക്യാമ്പസ് ഇൻ്റർവ്യൂസിനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഓഫ് ക്യാമ്പസ് ഇൻ്റർവ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, എല്ലാത്തിലും പിടിച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഡെസ്പെറേറ്റ് ആണ്. അവിടെ നിന്ന് എനിക്കറിയില്ലായിരുന്നു, വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴല്ല, വീട്ടിൽ നിന്ന് വിട്ട് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം അതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ എന്താണ്, സ്വന്തമായിട്ട് അവനവൻ്റെ കാര്യം ചെയ്യണം എന്നുള്ളത്. വീട്ടിൽ നിൽക്കുമ്പോൾ എന്തൊരു സുഖമായിരുന്നു, അപ്പ എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാരുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്, എനിക്ക് സ്വന്തമായിട്ട് ജീവിതം അറിയണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നൊരു കാലം. വേണ്ടിയിരുന്നില്ല.
അപ്പം അപ്പം ആ സമയത്ത് ഞാൻ ഓഫ് ക്യാമ്പസ് ഇൻ്റർവ്യൂസൊക്കെ വളരെ കൂലങ്കുഷമായിരുന്നു നോക്കും എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന്. അങ്ങനെ വന്നതാണ്. അപ്പം ഞാൻ കണ്ടു ആ സമയത്ത് ഫ്രഷേഴ്സ് വേൾഡ്, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഫ്രഷേഴ്സ് വേൾഡ് എന്നുള്ള ഒരു സൈറ്റ് ഉണ്ട്. സോ അവിടെ ഫ്രഷേഴ്സ് വേൾഡ് ആണെന്ന് തോന്നണം കേട്ടോ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പം ഒരു സൈറ്റിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ ജോബ് സൈറ്റിൽ ഈ ഒരു ഇത് വന്നു, ജോബ് ആപ്ലിക്കേഷൻ്റെ സംഭവം വന്നു. നോക്കി ബൈജൂസ് ഈ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ്സിന് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്താണ്, BDA എന്താണ്, സെയിൽസ് എന്താണ് ഒന്നും അറിയില്ല എനിക്ക്. ലൈക്ക് നമ്മൾ ജസ്റ്റ് പഠിച്ച് എൻ്റെ ഫോർത്ത് സെമസ്റ്ററിൽ അല്ലെങ്കിൽ 4th ഇയർ ലാസ്റ്റ് സെമസ്റ്ററിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇത് അറിയണത്. അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. അത് ലൊക്കേഷൻ കണ്ടത് ബാംഗ്ലൂർ. പിന്നെ ഒരു രക്ഷയില്ല, ഒന്നും ആലോചിച്ചില്ല, നേരെ പിടിച്ച് അപ്ലൈ ചെയ്തു. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെയാണ് കേട്ടോ ഈ ഇൻ്റർവ്യൂവിന് പോയത്. അപ്പോൾ അപ്പോൾ കുറേ പേരുണ്ട്, ഒരു ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. നമ്മളുടെ എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ള ഏതൊരു കോളേജിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഒരു ജനത്തിരക്ക് തന്നെ ഉണ്ട് അവിടെ, ജനസാഗരം തന്നെ ഉണ്ട് അവിടെ. അപ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞു ഓക്കെ ഇതിനിടയിൽ നമ്മളെയൊക്കെ എവിടെ എടുക്കാനാ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഓർത്തു ഓക്കെ ഫൈൻ, ഇവിടെ വരെ വന്നതല്ല, നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നും പറഞ്ഞിട്ട്. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു JD ആയിരുന്നു. JD അല്ല, എന്തായാലും പറയാ, സോറി, ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു GD ആയിരുന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ അതിന് കയറിയിരുന്നു. സോ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഓരോ ഗ്രൂപ്പിലും നടുക്ക് ഇതിൻ്റെ ബൈജൂസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. സോ എൻ്റെ GDയും അത് കഴിഞ്ഞിട്ട് എൻ്റെ GD എടുത്ത ഒരു സാറായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ ഒരു ടോപ്പിക് തന്നു. സോ എൻ്റെ മനസ്സിൽ അപ്പം GD തന്നു, ടോപ്പിക് തന്നു, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ എത്രയോ മിനിറ്റ് തന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങാനായില്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചാടി നിൽക്കുകയാണ് കേട്ടോ, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടിയേ പറ്റുള്ളൂ, വേറെ ജോലിക്ക് ട്രൈ ചെയ്യാൻ മടിയുണ്ട്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞതായല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിതിന് ചാടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ പറയണോ, വാദിക്കണോ, അത് ചെയ്യണം. അവസാനം അത് കഴിഞ്ഞിട്ട് ഓക്കെ GD കഴിഞ്ഞു, ഇനി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ സെലക്റ്റായി എന്ന് പറഞ്ഞു അവർ വന്നിട്ട്. അപ്പം കുറേ പേരൊക്കെ പോയി. വൈകിട്ട് വരെ ആവും ഇൻ്റർവ്യൂ നടക്കാൻ. അതായത് കുറേ പേര് പിന്നെയും ഇനിയുണ്ട് കേട്ടോ, കുറേ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പേരെന്ന് അവർ എനിക്ക് തോന്നുന്നു സെലക്ട് ചെയ്ത് കുറച്ച് അധികം പേരുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് ഇനി വീണ്ടും ഒരു സെലക്ഷൻ പ്രോസസ്സിന് വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. സോ ഞാൻ അതിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചിലരൊക്കെ വേറെ ഡിസ്ട്രിക്ട്സ് നിന്നൊക്കെ വന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്ത് വിട്ടിട്ട് അത് അവസാനം അതൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളംകാരെ ഇൻ്റർവ്യൂ ചെയ്യണല്ലോ പറഞ്ഞു. ബിക്കോസ് ഇറ്റ് മേക്ക് സെൻസ്, അവർക്ക് തിരിച്ച് വീട്ടിൽ പോകണമല്ലോ. അങ്ങനെ എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വൈകിട്ടായിട്ട് എൻ്റെ ഇൻ്റർവ്യൂ ആയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ഇങ്ങനെ എന്താ ചെയ്യുക, ബോറടിക്കണോ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം അപ്പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് അടക്കം പറയാനുണ്ട്. ലൈക്ക് എന്തൊരു മനുഷ്യനാണ് അയാൾ എന്താണ് ഇൻ്റർവ്യൂ എടുക്കുകയാണോ, അയാൾ എന്തിനിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പം ഞാനിങ്ങനെ എനിക്ക് പേടിയായിട്ടോ, കാരണം ഞാനിത് നെക്സ്റ്റ് ഇൻ്റർവ്യൂവിന് പോകാനുള്ളതല്ലോ. അപ്പം എനിക്ക് പേടി എന്താണ് ഇവർ പറയണത്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞ് കേൾക്കാൻ നോക്കി. അപ്പം ഇവരൊരു സാറിനെ കുറിച്ചാണ് പറയണേ. പുള്ളി ഭയങ്കര ഒരു കട്ടക്കലിപ്പൻ, ഒരു ഭയങ്കര സാധനമാണെന്നാണ് പറയണേ. പുള്ളി വരുമ്പോൾ തന്നെ റെസ്യൂമെ ഒക്കെ വലിച്ചെറിയുക, ഇതാണോ താൻ റെസ്യൂമേൽ കാണിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാണ്, ഭയങ്കര ഷോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കേൾക്കണേ. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ, ദൈവമേ അയാളുടെ അടുത്തൊന്നും പോയി പെടല്ലേ. ഒറ്റ മിനിറ്റ്, ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണേ, കാരണം ഇതിന് പിന്നീട് നല്ല സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇങ്ങനെ ജോലി കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭാഗ്യത്തിന് എന്നെ വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ GD എടുത്ത സാറിലെ പുള്ളി ഒരു പാവമായിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറും ഒന്നും ഉണ്ടായിരുന്നില്ല. GDയുടെ സമയത്തും വലിയ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പോൾ പുള്ളി തന്നെയാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി, പുള്ളിനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. പുള്ളി തന്നെയാണ് ഇൻ്റർവ്യൂ എടുക്കണേ. അപ്പം ഞാൻ പുള്ളിയെടുത്ത് പോയി. പുള്ളി ഇങ്ങനെ കുറേ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് പുള്ളി ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, അതാണ് സാറേ. പിന്നെ ഞാൻ ചുറ്റിനുള്ള ഒന്നും കേട്ടില്ല. പുള്ളി പറഞ്ഞു ഹൗ വുഡ് യു ലൈക്ക് ടു റീലൊക്കേറ്റ് ടു ബാംഗ്ലൂർ. ഞാൻ പറഞ്ഞു സാറേ എന്ന് വേണമെങ്കിൽ ഇന്ന് വരാം, അതാ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ 4th സെമസ്റ്റർ കഴിഞ്ഞിട്ട് എൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം ഉണ്ട്, ബാക്കി എക്സാം കഴിഞ്ഞിട്ട് ഐ വുഡ് ബി ഓക്കെ ടു റീലൊക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ മനസ്സിൽ തുള്ളിച്ചിട്ട്. അപ്പം എനിക്ക് തോന്നിയത് ഓക്കെ സംഭവം കിട്ടിക്കാണും എന്നുള്ള വിചാരമാണ്.
അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ വിട്ടത് നമ്മുടെ കലൂർ പള്ളിയിലേക്കാണ്. കലൂർ പള്ളിയിൽ പോയിട്ട് ഒരു മെഴുകുതിരിയും കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ കിട്ടണേന്ന് പറഞ്ഞിട്ട്. നത്തിങ് അഗേൻസ്റ്റ് വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചാടി ചാടി വീട്ടിലേക്ക് പോവും എല്ലാ മാസവും ഓൾമോസ്റ്റ്. പക്ഷെ അന്നേരം നമുക്ക് ആ ഒരു എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, ആ ഒരു അഹങ്കാരം ഉണ്ടാവില്ലേ, എന്തിലേക്കാണ് അടുത്ത് ചാടണേന്ന് അറിയാണ്ടുള്ള ഒരു അഹങ്കാരം. അതായിരുന്നു ബേസിക്കലി എല്ലാ ടീനേജേഴ്സ് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണമായിരുന്നു എനിക്ക് ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. അപ്പം ഞാൻ വീട്ടിൽ പോയി അമ്മയടുത്ത് പറഞ്ഞു. അമ്മ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇൻ്റർവ്യൂ ഒക്കെ ഓക്കെ ആയിരുന്നു. അപ്പം അപ്പയ്ക്ക് ഒരിത്തിരി ഡിസപ്പോയിൻമെന്റ് ഉണ്ട്, കാരണം ഞാനും പോവാന്ന് പറയുമ്പോൾ അപ്പയ്ക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അപ്പ വിടാണ്ടിരിക്കില്ല, അങ്ങനെയാണ് അവസ്ഥ. പിന്നെ വന്നിട്ട് ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്ത് അവസാനം ആ ദിനം വരികയായി സുഹൃത്തുക്കളെ. അവസാനം എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പിന് ഒരു 6 months പ്രൊബേഷൻ, 6 months പ്രൊബേഷൻ, അത് കഴിഞ്ഞിട്ട് പെർമനന്റ് ആക്കുന്ന പറഞ്ഞിട്ട് 3 months പ്രൊബേഷൻ, 3 മാസം പ്രൊബേഷൻ, അത് കഴിഞ്ഞിട്ട് പെർമനന്റ് ആക്കുന്ന പറഞ്ഞിട്ടുള്ള ഓഫർ ലെറ്റർ കിട്ടി. ആ ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് എന്തായിരുന്നു അത്രയും സന്തോഷം എനിക്ക് ആ സമയത്ത്, ലൈക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. അപ്പം പപ്പയ്ക്ക് ഒരിത്തിരി ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. പക്ഷെ അപ്പ പറഞ്ഞു വലിയ നല്ല സാലറി ഒക്കെയാണ്. കാരണം ആ സമയത്ത് ഒരു ഐ ടി ഫോമിൽ കയറുന്നതിനേക്കാളും സാലറി ബൈജൂസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാലറി കണ്ടപ്പോൾ അപ്പ പറഞ്ഞു എന്നാൽ ഓക്കെ, നിനക്ക് അതാണ് വേണ്ടെങ്കിൽ, നിന്റെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ ഇതാണ് നിനക്ക് വേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് എന്നുള്ള ഗ്രീൻ സിഗ്നൽ അപ്പയും തന്നു. അമ്മ പിന്നെ എൻ്റെ ഇഷ്ടമാണ്, അമ്മയുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അമ്മയും സെറ്റാണ്. അപ്പോൾ പിന്നെ വലിയ കൺവിൻസിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ പെട്ടി പാക്ക് ചെയ്യുന്ന ഫൈനൽ എക്സാം നടക്കുന്ന സമയമാണ്. ഫൈനൽ എക്സാം എനിക്ക് തോന്നുന്നു ഒരു 1-2 സപ്ലി ഉണ്ടായിരുന്നു. സോ അതും എഴുതിയെടുത്ത്, ഫൈനൽ ഇയറിൻ്റെ കൂടെ അതും എഴുതിയെടുത്ത്, അതും എഴുതി ഞാൻ എൻ്റെ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് നേരെ ബാംഗ്ലൂർക്ക് വിട്ടു. അങ്ങനെ ബാംഗ്ലൂർക്ക് വന്നു. ഫസ്റ്റ് ഡേ അമ്മയും ചേച്ചിയാണ് വന്നത്. പപ്പയ്ക്ക് ഒരിത്തിരി ഡിസപ്പോയിൻമെന്റ് അല്ലേ, ഐ കാൻ സേ ഡിസപ്പോയിൻമെന്റ്. അപ്പയ്ക്ക് ഒത്തിരി സങ്കടമുള്ള കാരണം അപ്പ വന്നില്ല. ചേച്ചിയും അമ്മയും ഞാനും കൂടിയാണ് ബാംഗ്ലൂർക്ക് വെച്ച് പിടിച്ചത്. അങ്ങനെ അമ്മ എന്നെ ഇവിടെ അമ്മയും ചേച്ചിയും കൂടി എൻ്റെ ഒരു ഹോസ്റ്റലിലാക്കി. അപ്പോഴാണ് എനിക്ക് സിങ്ക് ഇൻ ചെയ്യുന്നത്, ഞാൻ ഇനി വീട്ടിൽ അല്ല നിൽക്കണേ, ഞാനിനി വേറൊരു ലോകത്ത്, വേറൊരു നാട്ടില്, ഭാഷ അറിയാത്ത നാട്, ആൾക്കാരെ അറിയില്ല. അപ്പോഴാണത് പെട്ടെന്ന് എന്നെ ഹിറ്റ് ചെയ്യണേ. അപ്പയും അമ്മയും ചേച്ചി കഴിഞ്ഞ് എൻ്റെ കൂടെ ഇവിടെ ഇല്ല. അത് ഹിറ്റ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ കരച്ചിൽ തുടങ്ങിയതാണ്. പിറ്റേ ദിവസമാണ് ഞാൻ കരച്ചിൽ നിർത്തിയത്. അമ്മയ്ക്കും ചേച്ചിക്കാണല്ലോ എന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ ഭയങ്കര സങ്കടം. പക്ഷെ അവർക്കൊന്നും ചെയ്യാനില്ല, അവർക്ക് പോയാലേ പറ്റുള്ളൂ. അപ്പം അവിടെ തന്നെ ഒരു മലയാളി ചേച്ചി ഉണ്ടായിരുന്നു, നീതു ചേച്ചി. അപ്പോൾ നീതു ചേച്ചിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു, കൊച്ചു ആദ്യമായിട്ടാണ് അങ്ങനെ പുറത്ത് വന്ന് നിൽക്കണേ, അതുകൊണ്ട് ഒന്ന് നോക്കിയേക്കണേ മോളെ എന്ന് പറഞ്ഞിട്ടാണ് നീതു ചേച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് അമ്മയും ചിപ്പിയും കൂടി തിരിച്ചു പോണേ. എനിക്കാണെങ്കിൽ കാഴ്ച എടുത്താൽ പറ്റില്ല. ഞാൻ നീതു ചേച്ചിൻ്റെ അടുത്ത് ചെന്നിരുന്ന് കരയണോ, അതിനിടയ്ക്ക് ബൈജൂസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അവരെയൊക്കെ പരിചയപ്പെട്ടു, എങ്ങനെയാണ് പൊതുവെയുള്ള അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ എന്നൊക്കെ മനസ്സിലാക്കി. അപ്പം ഓക്കെ. അതായത് നീതു ചേച്ചി എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നീ ആരെയും അങ്ങനെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യരുത്, നിന്റെ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിനക്ക് പിന്നീട് ബുദ്ധിമുട്ടാവുക എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഫസ്റ്റ് ഡേ തന്ന കുറേ അഡ്വൈസസ് ഉണ്ട്. അത് എൻ്റെ കൂടെ ഇന്നും നിന്നിട്ടുണ്ട് കേട്ടോ. കാരണം ചേച്ചി അന്ന് പറഞ്ഞത് എനിക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് ഓർമ്മയില്ല. എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇന്ന് എനിക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ചേച്ചിയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അത് എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ലൈക്ക് ചേച്ചി എന്തൊക്കെയാണ്, കാരണം ആ കുറേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഗോ ത്രൂ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയാണ് ചേച്ചി പറഞ്ഞതെന്നുള്ളത്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ സെറ്റായി. ഇനി ഓഫീസിലേക്ക് പോകണം. അപ്പം ഹോസ്റ്റലിൽ എന്നെ ഇങ്ങനെ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്തിട്ട് അമ്മയും ചേച്ചിയും ഞാനും കൂടി പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഭക്ഷണം കഴിക്കാനും പിന്നെ ഈ ബൈജൂസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ബൈജൂസ് മെയിൻ റോഡിൽ തന്നെ ഡയറി സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ബാംഗ്ലൂരുള്ള. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലാണ് എൻ്റെ ഹോസ്റ്റൽ. അപ്പോൾ ജസ്റ്റ് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെയാണ് ഹോസ്റ്റൽ എടുത്ത് തരണേ. അപ്പോൾ എനിക്കും എളുപ്പമല്ലേ പോകാനും വരാനും ഒക്കെ.
അപ്പം അങ്ങനെ ഒരു ചെയ്തു. അപ്പോൾ അന്ന് തന്നെ ബൈജൂസിലൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഓൺ ദി വേ കുറേ പേര് മീറ്റ് ചെയ്യുന്നുണ്ട്. ബൈജൂസിൽ വർക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ, എന്നെ പോലത്തെ എൻ്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഓരോ ഹോസ്റ്റൽസിൽ അഡ്മിഷൻ എടുക്കണു. പേരൻസിനെ ഞങ്ങൾ ഓരോ ഹോസ്റ്റലിൽ ഇങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരും അവിടെയും ഇങ്ങനെ ഓരോ പേരൻസ് കുട്ടികളെ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഹോസ്റ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ നോക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ പേര് അവിടുന്ന് പരിചയപ്പെട്ടു. അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് എനിക്ക് ബൈജൂസിൽ ചെന്ന് ജോയിൻ ചെയ്യേണ്ട ദിവസം. ഞാൻ പിറ്റേന്ന് ചെന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്, ആരാണ് എൻ്റെ മാനേജർ ആവാൻ പോണെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് റീസെൻ്റ്ലി ഒരു ബഞ്ച് ഓഫ് ഫ്രഷേഴ്സ് വന്നിട്ട് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അവർ ആദിശങ്കരയെന്ന് കുട്ടികളുണ്ട്, പിന്നെ വേറെ കോളേജസിൽ നിന്ന് കുട്ടികളുണ്ട്. അപ്പം ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് വന്നിട്ട് മാസ് റിക്രൂട്ട്മെൻ്റ് ആയിട്ട് അവർ വന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ HR സംസാരിക്കുക, നമുക്കിങ്ങനെ ഓൺ ബോർഡിങ് പ്രോസസ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഓൺ ബോർഡിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ആരാണ്, ഏത് ടീമിലായിരിക്കും ഞാൻ, ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ജോലി കിട്ടിയത് മാത്രമേ എനിക്കറിയുള്ളൂ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പെട്ടിയെടുത്ത് ഓടിയതാണ്. ഏത് ടീമിലാണ് ഞാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ HR ഓൺ ബോർഡിങ് സമയത്ത് ചോദിച്ചു, ഞാൻ ഏത് ടീമിലായിരിക്കും, ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ടിംഗ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, മോസ്റ്റ്ലി നവീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കായിരിക്കും റിപ്പോർട്ടിങ്. അപ്പോൾ പുള്ളിയെ മീറ്റ് ചെയ്തോളൂ, ഹീൽ കം ഇൻ ദ മോർണിംഗ്. പുള്ളി 10 o'clock തൊട്ട് ഇവിടെ ഉണ്ടാവും. ഞാനൊരു 9-9:30 ആയപ്പോൾ ഓഫീസിലെത്തി. അപ്പോൾ നവീനായിരിക്കും റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് നവീനെ കാണാൻ. അപ്പോൾ അന്ന് നവീൻ ഉണ്ടായില്ല, നവീൻ ലീവായിരുന്നു. അതുകൊണ്ട് ഞാൻ അമൃത എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മാനേജറിനെ പോയി കണ്ടു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നവീൻ ലീവാണല്ലോ, മലയാളിയാണോ എന്ന് ചോദിച്ചു എന്നെ കണ്ടപ്പോൾ തന്നെ. എനിക്ക് തോന്നുന്നത് എൻ്റെ മുഖത്ത് ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിവേസ് മലയാളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ മലയാളിയാണ്. എനിക്കൊരു സന്തോഷം തോന്നില്ല, കാരണം അത്രയും പേരിൽ സംസാരിച്ചതിൽ ആരെയും ഞാൻ മലയാളികളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ചേച്ചീൻ്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അവരോടൊക്കെ മിണ്ടി, അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞാൻ. പക്ഷെ എന്നാലും നമ്മൾ ഏത് ടീമിലാണ്, ഏത് മാനേജറാണെന്ന് അറിയാണ്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. ഞാനാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, മലയാളികളാണെങ്കിൽ വൈശാഖിൻ്റെ അണ്ടറിലാണല്ലോ വരിക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, വൈശാഖ് ആണെങ്കിൽ വൈശാഖ്, എനിക്കിപ്പോൾ നവീനാണെങ്കിലും വൈശാഖാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് പണി കിട്ടി, എനിക്ക് ജോലി കിട്ടിയാൽ അതില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ശരി. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, വൈശാഖിൻ്റെ അണ്ടറിലാണെങ്കിൽ 2 o'clock ആണ് അവരുടെ ടൈമിങ്. അതായത് മിഡിൽ ഈസ്റ്റ് റീജിയനിലാണ്, മിഡിൽ ഈസ്റ്റ് വർക്കിംഗ് ആസ് ആണ്. അപ്പോൾ 2 to 11 ആണ് നമ്മളുടെ ഇന്ത്യൻ ടൈം വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അടിപൊളി. 2 to 11 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. എനിക്ക് രാവിലെ മുഴുവനും കിടന്നുറങ്ങി രാത്രി വരെ വർക്ക് ചെയ്യാം. നമുക്കൊക്കെ അത് പെർഫെക്റ്റ് ടൈമിങ്, എനിക്ക് അന്നേരം പെർഫെക്റ്റ് ടൈമിംഗ് ആയിട്ട് തോന്നി. ആൻഡ് കോയിൻസിഡൻ്റ്ലി ഇന്നും ഞാൻ ആ ടൈമിൽ 2 to 11 ആണ് എൻ്റെ വർക്ക് ടൈം ഇപ്പോഴും. അപ്പോൾ അങ്ങനെയൊക്കെ ആയി ഞാൻ വൈശാഖ് സാറിനെ വെയിറ്റ് ചെയ്യാണ്. വൈശാഖ് സാർ വരുന്നില്ല. അവിടെ എല്ലാവരും സാർ കൂടെ, ബൈജു സാർ ടീച്ചർ ആയതുകൊണ്ട് എല്ലാവരും സാർ കൂട്ടിയിട്ടാണ് വിളിക്കുക. അപ്പോൾ ബൈജു സാർ, റിജു സാർ, വൈശാഖ് സാർ, അങ്ങനെ സാർ കൂട്ടിയിട്ടാണ് വിളിക്കുക. അപ്പം ഞാൻ പിന്നെ വൈശാഖ് സാറിന് വെയിറ്റ് ചെയ്യലായി. അപ്പോൾ പുള്ളി 2 മണിക്കാണ് വരിക എന്ന് പറഞ്ഞു. ഒരു 2 മണി, ഒരു 1:45, ഞാൻ ലഞ്ചൊക്കെ കഴിഞ്ഞ് വന്ന്, കാരണം ഞാൻ 9 മണി തൊട്ട് അവിടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഒരു സ്നാക്കൊക്കെ കഴിച്ച്, അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ ബേയിലേക്ക് പോയി. എവിടെയാണോ ആ ചേച്ചി പറഞ്ഞു തന്നത് വൈശാഖ് സാർ ഉണ്ടാവും എന്നുള്ള ആ ബേയിലേക്ക് പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ആരോടോ ചോദിച്ചു. അപ്പോൾ ചാച്ചൻ ലിജോ ചേട്ടൻ, ഞങ്ങൾ ചാച്ചൻ എന്നാണ് കേട്ടോ, പിന്നീട് ചില ചാച്ചൻ എന്നാണ് വിളിക്കുക പുള്ളിയെ. അപ്പോൾ ചാച്ചൻ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ഞാൻ ചാച്ചനാണ് ഞങ്ങൾ ടീമിൽ ആദ്യം പരിചയപ്പെട്ടത്. അപ്പോൾ ചാച്ചനോടൊപ്പം ഞാനിങ്ങനെ റാൻഡമായിട്ട് ഒരാളോട് ഇങ്ങനെ ചോദിച്ചാൽ, വൈശാഖ് സാർ എവിടെയാണ് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ലിജോ ചേട്ടൻ AKA ചാച്ചനാണ് എനിക്ക് വൈശാഖ് സാറിനടുത്ത് ഇതാണ് സാർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരണേ. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പോയിട്ട്, സാർ മൈ നെയിം ഇസ് അൽക്ക, ഞാനിങ്ങനെ ന്യൂ ജോയിനിയാണ്. പുള്ളി ഇങ്ങനെ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ വൈശുവിനെ കണ്ട ഫസ്റ്റ് സീൻ ഇതാണ് കേട്ടോ. പുള്ളി ഇങ്ങനെ ലാപ്ടോപ്പും പിടിച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ബേയിൽ തന്നെ, മാനേജേഴ്സ് ക്യാബിനിലല്ല, പുറത്ത് ടീമൊക്കെ ചുറ്റുമുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ പുള്ളി ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പം ഞാനിങ്ങനെ പോയി പറഞ്ഞു, സാർ ഞാനിങ്ങനെ ന്യൂ ജോയിനിയാണ്, മൈ നെയിം ഇസ് അൽക്ക മാത്യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ, ഓക്കെ കം വിത്ത് മീ, എൻ്റെ മുഖത്ത് കൂടി നോക്കിയിട്ടില്ല കേട്ടോ, വൻ ഷോ. അത് പറഞ്ഞു, ഓക്കെ കം വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് അടച്ചിട്ട് കക്ഷത്ത് വെച്ചിട്ട്, ലാപ്ടോപ്പ് അടച്ചിട്ട് ഒറ്റ നടത്താണ്. അപ്പം എനിക്ക് മനസ്സിലായില്ല ഇവിടുന്ന് ഇയാളെന്താ ഇങ്ങനെ. പിന്നെ ഞാൻ ഓർത്ത് നിന്ന് തരിക സമയമല്ലേ, ഓടണമെന്ന് മനസ്സിലായി. പുള്ളീനോട് ക്യാച്ചപ്പ് ചെയ്യാൻ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേയിൽ കൂടെ ഓടുമായിരുന്നു കേട്ടോ. പുള്ളി അത്ര ഫാസ്റ്റാണ്, വൈശാഖ് സർ അത്ര ഫാസ്റ്റാണ്. പുള്ളി ഭയങ്കര സ്പീഡായിട്ട് നടക്കുന്നുണ്ട്, ഞാൻ പിന്നാലെ ഓടണുണ്ട് കേട്ടോ.
അപ്പോൾ എന്നിട്ടൊരു ക്യാബിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിർത്തി. അപ്പോൾ എന്നിട്ട് അപ്പം ഉള്ളിൽ ഒരു സാറുണ്ട്. സാറ് ഒരു ബഞ്ച് ഓഫ് ആൾക്കാർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം എനിക്കറിയില്ല ഇത് ഇൻഡക്ഷൻ ആണെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇൻഡക്ഷൻ ആണ്, ഈ പരിപാടിക്കാണ് ഇൻഡക്ഷൻ എന്ന് പറയണതൊക്കെ. ആ ഒരു ക്യാബിന്റെ ഫ്രണ്ടിൽ എത്തി നിൽക്കുകയാണ് നമ്മളിപ്പോൾ. അങ്ങനെ ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ആ ക്യാബിന്റെ ഫ്രണ്ടിൽ നിൽക്കട്ടെ. ബാക്കി അടുത്ത വീഡിയോയിൽ കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് നിങ്ങൾ ഈ സീരീസ് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.